അമ്മൂമ്മ അമ്മൂമ്മ അമ്മൂമ്മോയ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? അല്ല അമ്മൂമ്മ അവര് ആവേശനങ്ങ് വിളിച്ചാണ്. അമ്മൂമ്മോ സംഭവം എന്തായിരുന്നു വെച്ചാല് എന്റെ ഒരു 10 ഫ്രണ്ട്സ് അവന്മാർക്ക് പടവലത്തോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ നമ്മുടെ പടവലത്തിന്റെയും പിന്നെ ആ ഒരു പക്കത്തിലുള്ള ഏരിയയിലെ എല്ലാത്തിനെയും വീഡിയോ എടുത്ത് അവന്മാരെ ഞാൻ കാണിച്ചു കൊടുത്ത്. അയ്യോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനെ അവന്മാർ എന്തൊക്കെയാ പറഞ്ഞെന്നറിയൂ? എടാ എന്ത് നല്ല സ്ഥലമായത്, റിസോർട്ടിനെ തോപ്പിക്കുമല്ലോ എന്നൊക്കെ. അവര് 2 ദിവസം വന്ന് നിന്നാ സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് ഓക്കെ പറയാതിരിക്കാൻ പറ്റൂ? പറ്റത്തില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ അമ്മൂമ്മയൊക്കെ ഭയങ്കര സോഷ്യലാണ്, നമ്മള് ഫ്രണ്ട്ലിയാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ കൂടെ ഒത്തു നിൽക്കാൻ പറ്റുന്ന അമ്മൂമ്മയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവന്മാര് ഞാനാ ഞാൻ പറഞ്ഞ ശരി എന്നാ ഒരു 2 ദിവസം വന്ന് നിൽക്കാം. ഒരു ദിവസം രാവിലെ വരുന്നു, പിറ്റേ ദിവസം വൈകിട്ടാകുമ്പോഴത്തേനും അവിടുന്ന് പോകുന്നു. അത്രേ ഉള്ളൂ, ജസ്റ്റ് 10 പേര്. എന്താ പറയണേ? പിറ്റേ ദിവസം വൈകിട്ട് കഴിയുന്നവരെ വീടോടെ തന്നെ കാണൂ. അല്ല 10 ഫ്രണ്ട്സ് ചേട്ടന്റെ അല്ലേ? ആ വരുന്ന 10 ഫ്രണ്ട്സ് എന്റെയാണ്. അതാണ് അവരുടെ മികവ്. അമ്മൂമ്മ തങ്കപ്പെട്ട പിള്ളേര്, നല്ല പിള്ളേരാണ്. പിന്നെ അമ്മൂമ്മയെ പറഞ്ഞു കേട്ടെ, ഞങ്ങൾ എന്തിനാടാ വരുന്നേ? പിന്നെ കഴിക്കാനും കുടിക്കാനും ഒക്കെ നോക്കെല്ലാം വേണ്ടേ, സാധനമൊക്കെ നമ്മള് മേടിച്ചുതരാം. എന്തുവാടാ? അല്ല ചേച്ചി സംഭവമൊന്നുമില്ല, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സേ ഇവിടെ പടവലത്തിൽ 2 ദിവസം വന്ന് നിൽക്കണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അമ്മൂമ്മ എടുത്ത്. പിന്നെ ചേച്ചി പറഞ്ഞു അത് ശരി, നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഞാൻ എന്തിനാ പറഞ്ഞേ? ചേച്ചി ഈ അരി പച്ചക്കറി സാധനങ്ങൾ മൊത്തം നാടൻ കോഴി ഉൾപ്പെടെ നമ്മൾ മേടിച്ച് തരും. അപ്പോ അയ്യേടേ മക്കൾക്ക് വെച്ചുണ്ടാക്കി തരാൻ വേണ്ടിട്ടാണല്ലോ ചേച്ചിന് ഇത്ര സ്നേഹത്തോടെ വിളിക്കണേ. അല്ല അങ്ങനല്ലേ ചേച്ചി, നമ്മളെല്ലാരും സഹായിക്കും. നമ്മൾ ചുമ്മാ തൂണുപോലെ നിൽക്കുന്നു വിചാരിച്ചാ നമ്മൾ സഹായിക്കും. ആ കനകാന്റി അമ്മായിയും പറഞ്ഞു. എങ്കേക്ക് ആന്റിക്ക് ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷനാ? എനക്കാ? ഓ പടവലത്തെ പറമ്പിൽ ഓടി നടന്ന് പണിയെടുക്കാനുള്ള അവസരം. அப்படின்னா என்னைக்கு போறோம்? എന്തൊരു സന്തോഷം. ഏതാ എന്താ എങ്ങനെയാണെന്ന് ഒന്നും അറിയണ്ട, പണിയെടുത്താ മതി. എന്താണ്? എന്റെ അമ്മായി കേശുവിന്റെ കുറച്ച് അലമ്പ് ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് 2 ദിവസം പടവലത്ത് നിൽക്കാൻ. അലമ്പ് ഫ്രണ്ട്സാ? അയ്യേ, അലമ്പ് ഫ്രണ്ട്സ് ഒന്നും അല്ല, നല്ല തങ്കടം പോലുള്ള ഫ്രണ്ട്സ് ആണ്. നമ്മള് ഒരു 2 ദിവസം അവിടെ വരുന്നു, ചില്ല് ചെയ്യുന്നു, പോകുന്നു. നമ്മളെല്ലാരും വേണം. ഓക്കെ അല്ലേ ചേച്ചി? നീ ഇപ്പൊ പറഞ്ഞത് വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് 10 ആമ്പിള്ളേര് നിന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്നാ. അവിടെ ചെല്ലുമ്പോ വല്ല പെമ്പിള്ളേരെയും കണ്ട എന്തോന്ന് ചേച്ചി ചുമ്മാ ആവശ്യമില്ല പറയുന്നേ. ചുമ്മാ അമ്മൂമ്മയെ സംശയിപ്പിക്കില്ലേ? ഇല്ല 10 ആമ്പിള്ളേര് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓന്ന് പറ എന്തൊരു ചേച്ചി ഇതൊരുമാതിരി. എന്തൊരു കഷ്ടാണ് ആ വരാം. നീ സമാധാനം തരൂലല്ലോ. டே கேசு, அவங்க எல்லாம் வரும்போது நான் என்னோட ஸ்பெஷல் ஐட்டம் எல்லாம் சமைச்சு கொடுக்கட்டா? അപ്പൊ പൊളിഞ്ഞു. സ്പെഷ്യൽ ഐറ്റം ആന്റി സமைச்சு കൊട്. ഞാൻ ചുമ്മാ അറിഞ്ഞേ. உனக்கு வச்சிருக்கேன் பாருனா. അമ്മൂമ്മ പിന്നെ ഞാൻ അമ്മമാരുടെ അടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തള്ളി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അമ്മൂമ്മ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. അതായത് നമ്മുടെ കുടുംബത്തിന് പണ്ട് രാജാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടും വിളയും കിട്ടിയ കുടുംബമാണെന്നും, പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു ഏതോ ഒരു മൂലയ്ക്ക് പറമ്പില് നിധി കുഴിച്ചിട്ടിട്ടുണ്ടെന്നും, ചെമ്പുരുളി ഓട്ടുപാത്രം അതും ഇതും എല്ലാം ഓരോ സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ടെന്നും, പിന്നെ മൈസൂർ രാജാവ് അതുവഴി വന്നപ്പോ നമ്മുടെ വീട്ടിൽ കയറി ചായ കുടിച്ചിട്ടാണ് പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ ഇതൊന്നും തള്ളല്ല, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയല്ലയോ? ഇതേപോലെ അങ്ങ് തള്ളി വെച്ചാൽ എന്റെ അമ്മൂമ്മ ഇതൊക്കെ കേട്ടിട്ടേ ഇവന്റെ കൂട്ടുകാര് നമ്മളെ തലക്കടിച്ച് നമ്മളെ കൊന്നിട്ട് തറവാട് തോട്ടിക്കഴിഞ്ഞാലേ എല്ലാം കഥ. അങ്ങനൊന്നുമില്ല ചേച്ചി, വായമിച്ചിട്ടുണ്ടായി. അമ്മൂമ്മ അമ്മ നല്ല തങ്കപ്പെട്ട പിള്ളേർ, അമ്മ അങ്ങനൊന്നും ചെയ്യൂല. ഇല്ലെന്ന് ചേച്ചി ഉണ്ടല്ലേ. അമ്മമ്മ ഞാൻ എന്തായാലും അമ്മമാരെ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ഇതാ പറഞ്ഞ് എല്ലാം സെറ്റായെന്ന് പറയട്ടെ. അമ്മമ്മ ശരിക്കും രാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയൊക്കെ കിട്ടിയിട്ടുണ്ടോ? ശരിക്കും കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. മൈസൂർ രാജാവ് അങ്ങോട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ട്. ചായ ഒന്നും കുടിച്ചിട്ടില്ല, അവിടെ വന്നിട്ടുണ്ട്. ഉണ്ടാ? ആ തള്ളു തന്നെ. തള്ളല്ലേ? തള്ളിയതൊന്നും അല്ല.
അമ്മൂമ്മ അമ്മൂമ്മ ഇവിടെ കിടക്കുവാണാ? ഞാൻ അടുക്കള നോക്കിയപ്പോഴേ അമ്മൂമ്മയെ കണ്ടില്ല. അമ്മൂമ്മ അമ്മൂമ്മ കരയാണോ? അമ്മ കരഞ്ഞില്ലല്ലോ. അമ്മൂമ്മയുടെ മുഖം കണ്ടാ അറിയാം അമ്മൂമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട്. ഇല്ല മക്കളെ, ഒന്നുമില്ല. പറ. ഒന്നുമില്ല മക്കളെ. എന്തോ ഉണ്ട്. ഒന്നുമില്ല മക്കളെ. അയ്യോ, എന്താണ് അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ ഇവിടെ? അമ്മൂമ്മയ്ക്ക് എന്തോ വിഷമം. അമ്മൂമ്മ കരയുന്നു. ആരാണോ ഇതൊരമ്മ? കരഞ്ഞില്ലടാ, ഓ കരഞ്ഞില്ല. ഒന്ന് മോളോട്ട് നോക്ക്, താട്ട് നോക്ക്. ഇത് ഞാൻ വിശ്വസിക്കണം, കരഞ്ഞില്ലെന്നല്ലേ? മുഖത്തെ വാട്ടം കണ്ടറിഞ്ഞൂടെ? കാര്യം പറ, കാര്യം പറ. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. അമ്മൂമ്മ അപ്പൂപ്പന്റെ കാര്യം ആലോചിച്ചുവാണ്. അമ്മൂമ്മോ, ഓ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടാ? ഉം. ഇനിയിപ്പം അമ്മൂമ്മയുടെ കൂടെ അമ്മൂമ്മയുടെ മക്കള്, അവരുടെ മക്കള്, അവരുടെ മക്കളും ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മൂമ്മയുടെ കൂടെ അപ്പൂപ്പനുണ്ടായിരുന്നതിലാവൂല അല്ലേ? അതൊക്കെ ഒരു സ്നേഹവും കരുതലുമാ മോനെ. റിയൽ ലവ് അല്ലേ അമ്മൂമ്മ? அம்மா அம்மாக்கு உடம்பு முடியலைன்னா நீங்க படுத்துக்கோங்கம்மா. എവിടെയെങ്കിലും ഒന്ന് കിടക്കുവാണെങ്കിൽ ചോദിക്കും വയ്യായൊന്ന്. ഞാൻ അതുകൊണ്ടായി വയ്യായെങ്കിലും ഒരിടത്ത് കിടക്കാത്ത. இப்ப நீங்க படுத்துக்கோங்க, அதான் நல்லது. അമ്മൂമ്മോ, ഓ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കും. ചോദിച്ചോ. അമ്മൂമ്മയ്ക്ക് ഇതുവരെ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത്, ഇനിയും അമ്മൂമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അപ്പൂപ്പനായിരിക്കും അല്ലേ? എന്തൊരു ചോദ്യമാടാ മോനെ. എല്ലാ ചോദ്യത്തിനും അങ്ങനെ ഉത്തരം തരാനൊന്നും പറ്റുകയല്ല. എനിക്ക് ഉത്തരവൊന്നും വേണ്ട, നീ കിട്ടാനുള്ള ഉത്തരവൊക്കെ കിട്ടി. ആ മുഖത്ത് തന്നെ കിടപ്പില്ലേ? ஏ கேசு, ഓ அப்படின்னா நான் உங்ககிட்ட ஒரு கேள்வி கேட்கட்டா? ചോദ്യം ചോദിക്കണതും അതിന് ഉത്തരം പറഞ്ഞൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്. കമാ. இந்த உலகத்துல நீ ரொம்ப நேசிக்கிறது மெர்லினை தானே? അങ്ങനെ എല്ലാ ചോദ്യത്തിനും നമ്മുടെ ഒരു ഉത്തരം കാണൂല കനകാന്തി. കള്ളൻ. அம்மா நீங்க படுத்துக்கோங்கம்மா. കിടന്നാലേ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പണ്ട് പടവലത്തെ ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. കൃഷിയൊക്കെ കഴിഞ്ഞ് പിന്നെ കൃഷി വിഭവങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാ ആൾക്കാരും കൂടെ അപ്പൂപ്പനെ കാണാൻ വരും. അയ്യോ എൻ്റെ പൊന്നു മോനെ, പിന്നൊരാഘോഷമാണ്. കളിയും ചിരിയും തമാശയും. നേരെ ഇരുട്ടിയാലും വെളുത്താലും അറിയത്തില്ല. അതൊക്കെ ഒരു കാലം. അന്നേ കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര മധുരമുള്ള ഓർമ്മകളാ മക്കളെ. ഹാ